ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിതാ ഹാലോങ്ങിലേക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഒരു ട്വിസ്റ്റ്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിൻബിനിലാണ് എത്തിയിരിക്കണത്. ഞങ്ങൾ ഈ ഹാലോങ് ബേയിലേക്കാണ് ബസ് എടുത്തത്. പക്ഷേ നിൻബിനിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട്, പിന്നെ അവിടെ ഇറങ്ങിയിട്ട് വേറെ ബസ് കയറണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ബസ് എടുക്കുമ്പോൾ ഒന്ന് ചോദിക്കുക അവരോട്, ഇതിപ്പോൾ ഡയറക്റ്റ് ബസ്സാണോ അതോ വേറെ ബസ് കയറണോ എന്നൊന്ന് ജസ്റ്റ് ചോദിക്കുക. ഇതിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ചോദിച്ചില്ല, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നിൻബിനിൽ ഇറങ്ങിയേക്കാണ്. അവിടെ നിന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ബസ് ഹാലോങ് ബേയിലേക്ക്. ഞങ്ങളിപ്പോൾ നിൻബിനിലൊരു 5 മണിക്ക് എത്തി. ഇപ്പോൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് 7 മണിക്ക് ആ ബസ് എന്ന് പറഞ്ഞേക്കണം. അത് ചിലപ്പോൾ ഇനിയും വൈകാൻ ചാൻസ് ഉണ്ട്. ഒരു 8 മണി 8:30 അല്ലെങ്കിൽ 9 മണി ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കണം 7 മണിക്കാണ് ബസ്. അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു തട്ടുകട അവിടെ ആ ഭാഗത്ത് കയറി ഡ്രിങ്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാണ്. ഐ മീൻ കോഫിയും അല്ലെങ്കിൽ സ്മൂത്തി അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഈ ഭാഗം ഇവിടെ നടക്കാനുള്ള ഭാഗം ഉണ്ടെങ്കിൽ ആ കുറച്ച് ഭാഗം നടക്കും. എന്നിട്ട് ബസ് വരെ വെയിറ്റിങ്, എന്നിട്ട് ബസ്സിൽ കയറി പോകും. വേറെ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ഇതുവരെയ്ക്ക് ഉറപ്പായിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന്, അതായത് ഡോങ് ഹോയിൽ നിന്ന് നേരിട്ട് ഹാലോങ് ബേക്കുള്ള ക്യാഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബസ് മാറി കയറുന്ന കാര്യം അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക. ഇനി ബസ് ഡയറക്റ്റ് ആണോ അതോ ഇങ്ങനെ മാറി കയറണമെന്നൊക്കെ ചോദിക്കുക. ഞങ്ങളത് ചോദിക്കാൻ വിട്ടുപോയി. ഞങ്ങളത് ആ കാര്യം ഓർത്തുമില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബസ് വന്നിട്ട് അറിയാം എക്സ്ട്രാ ക്യാഷ് കൊടുക്കണോ വേണ്ടതെന്ന്. ഗുഡ് ഗുഡ്. പുള്ളിക്കാരനൊരു സൂത്രം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കാണിച്ചതാ. സംഭവം നൈസായിട്ടുണ്ട്. ഈ നിൻബിനിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ കടലിലുള്ള ആക്ടിവിറ്റീസ് ആണ്. ഈ കയാക്കിങ്ങും ക്രൂസിങ്ങും ബോട്ടിങ്ങും ഒക്കെയാണ്. ഈ ചെറിയ ചെറിയ ഐലൻഡ്സ് ഒക്കെ കയാക്ക് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം. നമ്മുടെ ഹാലോങ്ങിൽ അതേപോലെ തന്നെയാണ് നിൻബിനിലും ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഹാലോങ് ബേ ചൂസ് ചെയ്തതാ. ആളെന്നിട്ട് ഇവിടെ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യണം. ഓ അവിടേക്ക് നിനക്ക് ആളവിടെ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യട്ടെ. എന്റെ ഒരു സ്പേസ് ഉണ്ട് എന്നല്ല പറഞ്ഞേ. ഞാൻ ഒരു സിനിമ എടുക്കാനാടാ 2.5 മണിക്കൂർ. ഇതിനൊക്കെ നല്ല വലിയ വലിക്കുണ്ടാവും. ഒരു വീഡിയോ തന്നെ 200 MB ഉണ്ടാവും. ആള് തുഴയല്ലേ. വാ വാ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നു. ബസ്സല്ല, ഒരു ചെറിയൊരു മിനി വാൻ പോലത്തെ ഒരു സംഭവം വന്നേക്കണേ. ബസ്സല്ല, കാണിച്ചു തരാം. ഇതിന് എക്സ്ട്രാ ഞങ്ങൾക്ക് പേ ചെയ്യേണ്ടി വന്നില്ല. ഇതിന് ഓൾറെഡി മുന്നേ പേ ചെയ്തതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു ഇതെല്ലാം. പക്ഷെ പുള്ളിക്കാരി ഈ ഒരു സംഭവം ഞങ്ങളോട് പറഞ്ഞില്ലെന്നുള്ളൂ. ഓൺ ദ വേയിൽ 2 പേരെയും കൂടെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവരെയും പിക്ക് ചെയ്ത് ഞങ്ങൾ ഇത്തവണ ശരിക്കും സ്ട്രെയിറ്റ് ടു ഹാലോങ്.